വെൽക്കം ബാക്ക് ടു SR വ്ളോഗ്സ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് യൂട്യൂബ് ഞാനെന്നല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ആര് യൂട്യൂബ് എടുത്താലും നമുക്ക് നമ്മുടെ സ്വന്തം കല്യാണ ചേച്ചിയെ പറ്റി ട്രോളുന്ന വീഡിയോ ആയിരിക്കും. പക്ഷെ ആക്ച്വലി ഇത് ഞാൻ ട്രോൾ ചെയ്യോ റോസ്റ്റ് ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്യണമല്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറയാണ്. ഞാൻ കല്യാണ ചേച്ചിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ട് ഞാനും ഒരു ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഏത് ക്രീമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് പറയുന്നത് നമ്മൾ തെറ്റായിരിക്കും ആ കമ്പനിയോട് ചെയ്യുന്നത്. പേഴ്സണലി എനിക്ക് ആ ക്രീമിനോട് ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ആ താല്പര്യം നിന്നു. കാരണം കല്യാണ ചേച്ചി പറഞ്ഞ പോലെ അത് ഭയങ്കര എന്താ പറയുക, ഒന്നും അഫോർഡബിൾ റേറ്റിലല്ല ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ക്രീമാണെന്ന് പറഞ്ഞു. ആൻഡ് പെട്ടെന്ന് അബ്സോർബ് ആവുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇല്ല ആ ക്രീമിൽ. ആൻഡ് ഒരു ഗ്ലോയോ ഒരു സംഭവം തരാത്ത ഒരു ക്രീമായിരുന്നു അത്. ആക്ച്വലി എനിക്ക് പേഴ്സണലി ആ ക്രീമിനോട് വലിയ താല്പര്യം ഇപ്പം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാണ്. ഇപ്പം ഞാനും നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയും കൊണ്ടാണ് വരുന്നത്. ആ വീഡിയോയിൽ ഒരു 1% എങ്കിലും നമ്മൾ സത്യസന്ധത കാണിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളത് ഒരാൾക്ക് മുമ്പിലല്ല നമ്മൾ കൊണ്ടുവരുന്നത്, ഒരു കൂട്ടം ജനങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. ആ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ജനങ്ങൾ കാണുമ്പോൾ നമ്മുടെ വിശ്വാസതയും നമ്മുടെ മുഖമാണ് നമ്മൾ കള്ളം പറയുമ്പോൾ നമ്മുടെ മുഖമാണ് ചീത്താവുന്നത് അവിടെ. അല്ല, ഒരിക്കലും നമുക്ക് അവരെ മുമ്പിൽ ഭയങ്കര പേരും പ്രതിമയും കിട്ടത്തില്ല ഒരിക്കലും. ആൻഡ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് കാണാം ഈ യൂട്യൂബിൽ. ചേച്ചി കല്യാണ ചേച്ചി അങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യാളൂ എന്ന് പറയുന്ന കുറേ ആൾക്കാർ കാണാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതൊരിക്കലും ഞാൻ ശരിയെന്ന് പറയത്തില്ല. ആ ചേച്ചിക്കിപ്പോൾ ഞാൻ പേഴ്സണലി ആ ചേച്ചിയെ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. ആൻഡ് എനിക്ക് ഫസ്റ്റ് ടൈം ഈ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഇൻസ്പയർ അടിച്ച് ആ ക്രീം വാങ്ങിച്ചത്. ആ ക്രീം ഉപയോഗിച്ചതോടുകൂടെ ആ ഒരു ആരാധനയും എല്ലാം അവിടത്തോടെ ഫ്ലോപ്പായി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചേച്ചിയുടെ ആ ഒരു പിന്നെ കുറേ പേര് ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ അവരെ വീഡിയോ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, അവരെ വീഡിയോ ഡിലീറ്റ് ആക്കുന്നു. ആൻഡ് ഒരുപാട് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്തൊരു വീഡിയോ ഫേക്ക് ആയിരിക്കാം, ചിലപ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് കാണാം. അപ്പോൾ അതൊരാൾ പറയുമ്പോൾ ഞാൻ മാക്സിമം അതിനെന്താണ് ചെയ്യേണ്ടത്, അതിനെ ഒന്നുകിൽ തിരുത്താനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യണം. അയ്യോ സോറി, ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്തു, ഇതെനിക്ക് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയണം. ഇത് അതല്ല, ഇത് അവരുടെ വീഡിയോ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുക ആൻഡ് അവർക്കെതിരെ പറയുക. ആക്ച്വലി അതൊരു തെറ്റായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യണം, ഇതെനിക്ക് പെയ്ഡ് പ്രൊമോഷനാണ്, അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് അവരെന്താണ് ചെയ്തത്, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റല്ലെങ്കിൽ അവർക്ക് അത് ഫ്രെയിമിൽ വന്ന് പറയാമായിരുന്നു. സോ വിച്ച് മീൻസ് എന്താണ്, അവർ പറഞ്ഞതും അവർ ചെയ്തതും തെറ്റായ കാര്യമാണെന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. പിന്നെ ഈ കല്യാണ ചേച്ചി ഒരു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ബിഗിനേഴ്സ് അല്ലേ, ആൻഡ് സ്റ്റാർട്ടേഴ്സിന് എന്തുണ്ട്, ഒരു 5-3 സബ്സ്ക്രൈബേഴ്സൊക്കെ വെച്ചു നടക്കുന്നത്. ഈ യൂട്യൂബിൽ ആരും തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മില്യൺസും ലക്ഷങ്ങളും വ്യൂവേഴ്സ് ആയിട്ടോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഒന്നും അല്ല സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ പോലും സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ആൾക്കാരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ യൂട്യൂബേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ യൂട്യൂബ് ബ്ലോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനെ. അപ്പോൾ അവർ ഒരു 5-3 സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ, നീ എന്താ കാണിക്കാൻ പോണേന്ന്. അങ്ങനെയല്ല, നമ്മൾ ഈ കല്യാണ ചേച്ചി സ്റ്റാർട്ടിങ്ങിലെ ഈ ലക്ഷങ്ങളും മില്യൺസും ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊന്നും അല്ല യൂട്യൂബിൽ വരുന്നത്. ആൻഡ് ഷീ കെയിം വിത്ത് എ സ്മോൾ സബ്സ്ക്രൈബേഴ്സ്, വളരെ ചെറിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് യൂട്യൂബിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നാളെ കുറച്ച് വലുതായി, ഞാൻ നല്ല സബ്സ്ക്രൈബേഴ്സായി എന്നും പറഞ്ഞ് എൻ്റെ താഴെയുള്ളവരെ ഞാൻ ഒരിക്കലും അപമാനിക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ നമ്മൾ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ ഇൻ കേസ് ഞാനൊരു യൂട്യൂബർ അല്ലെങ്കിൽ പോലും നമ്മൾ അടുത്ത വരുന്ന മുൻപിലോട്ട് വരുന്ന ഓരോ യൂട്യൂബേഴ്സിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. വാട്ടവർ. അപ്പോൾ ഞാൻ 100% ഞാൻ എതിർക്കുന്നുണ്ട് ആ വീഡിയോയിൽ, ആ ഒരു ക്രീമിൽ. സോ ആരും നമ്മുടെ ബോഡിക്ക് പറ്റിയ ക്രീം നമ്മുടെ ഇഷ്ടത്തിനാണ് വാങ്ങിക്കേണ്ടത്. ആര് പറയണത് കേട്ടും നമ്മൾ പോയി വാങ്ങിക്കരുത്. അതേപോലെ ആയിരിക്കണം ജീവിതത്തിൽ, ആരുടെ വാക്ക് കേട്ട് ജീവിക്കരുത്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. പക്ഷെ ആ ഒരു ശരി തെറ്റാവാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.